Assalamualaikum. Hello friends, welcome back to Shajee's recipes. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസ് കൂടിയാണ്. കാരണം ഇതിൽ പാലും ഏത്തപ്പഴവുമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പഴത്തിന്റെ തൊലി കറുത്തുപോയാൽ മിക്ക കുട്ടികളും കഴിക്കാൻ മടിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ പാല് കുടിക്കാനും മടിയുള്ളവരാണ്. എന്നാൽ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, തീർച്ചയായും കുട്ടികൾ ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയുടെ പേര് പാൽപ്പിടി എന്നാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാല് തന്നെയാണ്. 2 ഗ്ലാസ് കാച്ചിയ പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ഏത്തപ്പഴം, അത് പഴുത്ത ഏത്തപ്പഴമാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര. പിന്നെ വേണ്ടത് 1 കപ്പ് പത്തിരിപ്പൊടിയാണ്. ഈ പത്തിരിപ്പൊടി ചൂടുവെള്ളത്തിലൊന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പത്തിരിപ്പൊടി വാട്ടിയെടുത്ത് നമുക്ക് ഉരുളകളാക്കി മാറ്റണം. അതിന് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് പത്തിരിപ്പൊടി വാട്ടിയെടുക്കാൻ വയ്ക്കാം. 2 കപ്പ് 2 പഴവും ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. മാവ് വാട്ടിയെടുക്കാനായി 1 കപ്പ് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കാനായി മൂടി വയ്ക്കാം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. മാവ് ഇതിലോട്ട് ഇട്ട് വാട്ടിയെടുക്കുക. തീ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, മറക്കരുത്. ഇപ്പോൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ വാട്ടിയെടുക്കണം. മാവ് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. മാവ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇത് നാരൊക്കെ ഒന്ന് മാറ്റിയ പഴമാണ്. കുരുവൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇത് നമ്മൾ 4ആയിട്ട് കീറിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. മാവ് ചെറുതായി തണുത്തപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ കുഞ്ഞു ഉരുളകളാക്കി മാറ്റണം. അതിന് മുന്നേ നമുക്ക് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് പാലിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇതിലോട്ട് ചേർത്ത് തീ ലോ ഫ്ലെയിമിലിടണം ഈ സമയത്ത്. കാരണം അല്ലെങ്കിൽ പാല് തിളച്ച് പൊങ്ങിപ്പോവും. നമ്മൾ അടച്ചു വെച്ചാണ് ഇത് വേവിക്കേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കും. ഏത്തപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുഴച്ച് വെച്ച മാവിനെ ഓരോ ചെറിയ പിടികളാക്കി മാറ്റാം. ഇപ്പോൾ ഏത്തപ്പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഏത്തപ്പഴം വേവിച്ചെടുക്കുന്ന സമയത്ത് പാലൊന്ന് പിരിഞ്ഞതുപോലെ ഉണ്ടാകും. അത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. അത് ഈ ഏത്തപ്പഴത്തിൻ്റെ പുളിപ്പ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ കാച്ചിയ പാല് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അത് പിരിഞ്ഞതുപോലെ കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടി ആദ്യം വേവിച്ചിട്ട് അവസാനം പഴം ചേർത്ത് വേവിച്ചാലും മതി. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ പിടി ചേർത്ത് ഇളക്കി നമ്മൾ ലാസ്റ്റ് പാല് ചേർക്കുമ്പോൾ നല്ലതുപോലെ വരും. നമുക്ക് അതിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആദ്യം പിടി ചേർത്തിട്ട് രണ്ടാമത് പഴം ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പിടി നമ്മൾ ഉണ്ടാക്കി വെച്ച പിടി അത്രയും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ചേർത്ത് ഇത് ഇളക്കി വെച്ച് നല്ലതുപോലെ ഇളക്കി കളയരുത് കേട്ടോ. നമ്മൾ വാട്ടിയ മാവാണ് എങ്കിലും നല്ലതുപോലെ ഇളക്കണ്ട. ഒന്ന് തിളച്ച് വന്നിട്ട് നല്ലതുപോലെ ഇളക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാലിലോട്ട് അമർത്തി വെച്ച് വേവിക്കാനായി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ബാക്കിയൊന്ന് 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി വെച്ചിട്ട് തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരും. നമ്മൾ വാട്ടി മാവായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിലോട്ട് 1 നുള്ളി ഏലക്കപ്പൊടി കൂടെ വിതറി കൊടുക്കാം. ഏലക്കപ്പൊടി ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ ഒരു നല്ലൊരു മണം കിട്ടും. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുമ്പോൾ ഈ പിടിക്കൊരു നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, ഇതൊരു ന്യൂട്രീഷ്യസ് അല്ലേ, അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് തീ ഓഫാക്കിയിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
ദാ ഇവിടെ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റായ പാൽപ്പിടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. എന്നാൽ അടുത്തൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.